ഇതിൽ കൂടുതൽ ഇനി ഒരു വ്യക്തിക്ക് ഈ കഥയും ഈ കഥാപാത്രത്തിനെ ഈ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെ രക്ഷയില്ല. തെന്നിന്ത്യൻ മൂവിയുടെ ഏറ്റവും വലിയൊരു പാൻ ഇന്ത്യൻ മൂവി തന്നെയാണ്. ഒരു മനുഷ്യൻ എത്രമാത്രം അനുഭവിക്കുന്നു എന്നുള്ളത് അത് അതേപോലെ കാണിച്ചിട്ടുണ്ട്. ഒരു ഇനിയും നമ്മുടെ രാജാവ് പുള്ളിയാണ് ഇനി മലയാള സിനിമ ഭരിക്കാൻ പോണത്. രസി സാർ ആയിരിക്കും നമ്പർ 1 ഡയറക്ടർ ലിസ്റ്റിലേക്ക് വരാൻ പോണത്. അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മള് സിനിമ കാണാൻ പോകുമ്പോൾ ഇത് സിനിമയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. നമ്മൾ റിയൽ ലൈഫിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ഒരിക്കലും ഒരു പൃഥ്വിരാജ് ആണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. ആ റിയൽ ക്യാരക്ടറിലേക്ക് റിയൽ സ്റ്റോറിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുക. ഓസ്കാറിന് എല്ലാ അവാർഡും മേടിച്ചു കിട്ടാനുള്ള എല്ലാ യോഗ്യതയും ഇതിനുണ്ട്. എത്ര വർഷത്തെ കഷ്ടപ്പാടാണ്, എത്ര ആ മനുഷ്യരുടെ അടുത്ത എഫേർട്ട് ഈ മലയാള സിനിമയിൽ ആർക്കെടുക്കാൻ പറ്റും? മലയാള സിനിമ എന്നല്ല, തെന്നിന്ത്യൻ മൂവിയിൽ ഒരാൾക്കും ഈ പൃഥ്വിരാജ് സുകുമാരന്റെ അടുത്ത ഒരു എഫക്ട് അത്ര എടുക്കാൻ പറ്റത്തില്ല. ഒരാൾക്കും പറ്റില്ല, ലാലേട്ടനും പറ്റില്ല, മമ്മൂട്ടിക്കും പറ്റത്തില്ല. അവരുടെ കിരീടം പൃഥ്വിരാജ് സുകുമാരന് തന്നെ കൊടുക്കണം. ഇനി ഭരിക്കാൻ പോണത് അദ്ദേഹമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. പിന്നെ കാണാനില്ല എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ സീനും നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം എത്ര വർഷത്തെ കഷ്ടപ്പാടാണ്. ഓസ്കാർ നേടാനുള്ള ഓസ്കാർ അതിനകത്ത് അഭിനയിച്ച ഓരോരുത്തരും എക്സ്ട്രീം ആയിരുന്നു. ഒരു രക്ഷയില്ല. തെന്നിന്ത്യൻ മൂവിയുടെ ഏറ്റവും വലിയൊരു പാൻ ഇന്ത്യൻ മൂവി തന്നെയാണ്. ഒരു രക്ഷയില്ല. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവാൻ തോന്നും. എന്ത് പറയാനാണ് നടക്കുക. നമ്മുടെ ടൈറ്റിൽ ഫസ്റ്റ് പോസ്റ്റർ ലുക്കിൽ തന്നെ നമ്മൾ ഇതായതാ. ബോഡി അത് പുള്ളിയുടെ ഓരോ ബോഡിയിൽ വരുന്ന ഓരോ കാര്യങ്ങളും ആയിക്കോട്ട് ലിപ്പ്, ടീത്ത്, ബോഡിയിലെ ഓരോ ചലനങ്ങളും ഒരു രക്ഷയില്ല. റിയൽ ക്യാരക്ടറായിട്ട് തന്നെയായിരുന്നു. നമുക്ക് ഒരിക്കലും ഒരു സിനിമയാണെന്ന് ഫീൽ ചെയ്യത്തില്ല. റിയലിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന പോലെ തന്നെയാണ്. ഓസ്കാർ നേടട്ടെ, ഓസ്കാർ നേടണം, കൊടുക്കണം, റിക്വസ്റ്റ് ചെയ്യാണ് ഓസ്കാർ കൊടുക്കണം. എല്ലാവിധ ആശംസകളും. പടം കണ്ടു. ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ കൂടുതൽ ഇനി ഒരു വ്യക്തിക്ക് ഈ കഥയും ഈ കഥാപാത്രത്തിനെ ഈ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെ എങ്ങനെ ഒരു സംവിധായകൻ എന്താ പറയാ എങ്ങനെ ദൃശ്യമായിട്ട് കാണിച്ചു തരണം എനിക്ക് അറിയില്ല. ഇനി അതിനപ്പുറം ബ്ലസ് സാറിനല്ലാതെ വേറെ ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പൃഥ്വിരാജ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇനിയുണ്ടോ? നമുക്ക് അങ്ങനെ ഒന്നും തിങ്ക് ചെയ്യാൻ കൂടി പറ്റില്ല. കുറെ കാലത്തിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ചില വിസ്മയങ്ങൾ എന്നൊക്കെ പറയില്ലേ, സീരിയസ്ലി നമുക്ക് ഒരുപാട് വർത്താനൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കുറെ വാക്കുകളൊന്നും കിട്ടില്ല. ഇമോഷണലി എന്റെ മോൻ കണ്ട മനസ്സിലാവും. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ അറിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്ട്രഗിൾ അല്ലേ. രജീബിന്റെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത് കണ്ടിട്ട് ആ പുള്ളിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴേ തീർച്ചയായിട്ടും നമ്മള് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ പലരും അനുഭവങ്ങളും കിട്ടുന്നുണ്ട് തീർച്ചയായും. പക്ഷെ അവരെ ആശ്രയിച്ച് നാട്ടിൽ ജീവിക്കുന്നവർ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. അറിയില്ല. സത്യ നമ്മൾ അതുകൂടി മനസ്സിലാക്കാൻ പറ്റൂ. ഈ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ഇല്ലെങ്കിലും ഇച്ചിരിയെങ്കിലും അനുഭവിക്കുന്നുണ്ടാവൂലേ. എന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്നവരെ വിട്ടു നിൽക്കുമ്പോഴുള്ള ഒരു വല്ലാത്ത അവസ്ഥ. അത് മാത്രല്ല ഇവര് കണ്ണെത്താത്ത ഒരു മരുഭൂമി, ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചില്ലേ. നമ്മൾ ഓരോരുത്തർ കണ്ടിരിക്കുന്ന പെൺകുട്ടികൾ മാത്രമല്ല എല്ലാരും ഇത് അറിയണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ മലയാള സിനിമ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നതിനുള്ള എല്ലാ സാധ്യതയും ഈ സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാരും നല്ല 100% കൊടുത്തിരിക്കുന്ന ഒരു സിനിമയാണെന്ന് കണ്ട് അറിയാനുണ്ട്. അതില് എല്ലാ ഇമോഷൻസ് അതുപോലെ ഒരു സാധാരണക്കാരന്റെ ഒരു ഒരു സ്റ്റാൻഡേർഡ് പടം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എത്രമാത്രം അനുഭവിക്കുന്നു എന്നുള്ളത് അത് അതേപോലെ കാണിച്ചിട്ടുണ്ട്. ഒരു സാധാരണ ഹ്യൂമന്റെ ഒരു ഇമോഷൻസ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ആക്ടർ ആയിട്ടല്ല ഒരു ക്യാരക്ടറിനെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം അത് ശരിക്കും അത് കാണാൻ നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. ഓസ്കാർ ലെവൽ പോകണം, പോകാൻ നല്ല ചാൻസ് ഉണ്ട്.